സാലി ഇത്രമാത്രം ഉന്നതമായ ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ തൻ്റെ മൂവ്മെൻറ്റ്, താൻ ആരെയൊക്കെ കണ്ടു, അല്ലെങ്കിൽ തൻ്റെ യാത്ര, ഇതൊക്കെ പൊതുജന സമക്ഷം വരും എന്ന് ഇനിയും വി.ഡി. സതീശന് മനസ്സിലാകുന്നില്ല എന്നുണ്ടോ? അതോ ഒരുപക്ഷെ ഈ കള്ളം പറയുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു തനത് ശൈലിയാണോ സാലി? അതിലേറ്റവും പ്രശ്നം, നമ്മൾ ഈ 31-ന് അദ്ദേഹം ഇവിടെ ലാൻഡ് ചെയ്തു എന്ന് അറിഞ്ഞപ്പോൾ മുതൽ നമ്മൾ അന്വേഷിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരങ്ങൾ. അടിമുടി ദുരൂഹതയാണ്. കാരണം നെടുമ്പാശ്ശേരി വിമാനത്താവള അധികൃതർ ഈ ലാൻഡിംഗ് സമയമല്ലാതെ അദ്ദേഹം അവിടെ നിന്ന് ഡിപ്പാർച്ച് ചെയ്ത സമയം പറയുന്നില്ല. പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ചിൽ ചോദിക്കുമ്പോൾ അദ്ദേഹം നെടുമ്പാശ്ശേരി ടെക്നിക്കൽ ഏരിയയിൽ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്ത് കാറിൽ കയറിയ ശേഷം എങ്ങോട്ട് മൂവ് ചെയ്തു എന്ന ചോദ്യത്തിന് വ്യക്തതയോടുള്ള മറുപടിയില്ല. സ്പെഷ്യൽ ബ്രാഞ്ച് ഒരു ഘട്ടത്തിൽ നമ്മളോട് പറഞ്ഞത് ദേശത്തെ വീട്ടിലേക്ക് പോയി എന്നാണ്, മറ്റൊരു ഘട്ടത്തിൽ പറഞ്ഞത് ആശുപത്രിയിലേക്ക് പോയി എന്നുള്ളതാണ്. അപ്പം ഇതെല്ലാം മൂടി വയ്ക്കാനൊരു നിർദ്ദേശം മുകളിൽ നിന്ന് ഉദ്യോഗസ്ഥർക്ക് തന്നെ ലഭിച്ചിരുന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കേരളത്തിൽ മുമ്പും മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്, ഇപ്പോഴും മുഖ്യമന്ത്രിയുണ്ട്. മുൻപും മന്ത്രിമാരുണ്ടായിട്ടുണ്ട്, ഇപ്പോഴും മന്ത്രിമാരുണ്ട്. അവരുടെയൊക്കെ യാത്ര സ്പെഷ്യൽ ബ്രാഞ്ചിൽ വിളിച്ചാൽ ഇന്ന് ജില്ലയിൽ ഏതാണ് മന്ത്രി ഉള്ളതെന്ന് ചോദിച്ചാൽ മന്ത്രിമാരുടെ പേര് പറഞ്ഞ ഇന്ന പ്രോഗ്രാമുകളിൽ നിന്ന് സിറ്റി സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്നും എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം റൂറൽ സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്ന് കൃത്യം വിവരം ഏത് സമയത്തും ലഭ്യമാണ്. പക്ഷേ ഈ ഒരു യാത്ര മാത്രം അത് മുഖ്യമന്ത്രിയുടെ കാര്യത്തിലും കിട്ടുമായിരുന്നു. ഇന്നലെ വരെ 31-ാം തീയതി വരെ കിട്ടിയിട്ടുണ്ട്, 31-ന് ശേഷം കിട്ടിയിട്ടില്ല. അതായത് 31-ന് അദ്ദേഹം എവിടെ, എപ്പോൾ ഇറങ്ങി, എങ്ങോട്ട് പോയി, എന്തിനു പോയി, ആരെയൊക്കെ കണ്ടു, ഒരു വിവരവുമില്ല. ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായി നിരന്തരം നമ്മൾ വ്യക്തിപരമായ ബന്ധങ്ങളും ഔദ്യോഗികമായ സംവിധാനങ്ങളും ഉപയോഗിച്ചൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം മാത്രമാണ് നമ്മളിപ്പോൾ കൈമാറുന്നത്. അത് സ്ഥിരീകരിച്ച വിവരം തന്നെയാണ്. കാരണം ടെക്നിക്കൽ ഏരിയയിൽ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്നു, അവിടെ നിന്ന് സ്വന്തം കാറിൽ 1 മിനിറ്റ് പോലും അവിടെ ചിലവഴിച്ചില്ല നെടുമ്പാശ്ശേരിയിൽ. കാരണം അവിടെ ആരെയും കണ്ടിട്ടില്ല. നേരെ കാരോത്തുഴി ആശുപത്രിയിലേക്ക് 20 മിനിറ്റ് അവിടെ ചിലവഴിക്കുന്നു, ഭാര്യാപിതാവിൻ്റെ ചികിത്സാ വിവരങ്ങൾ അന്വേഷിക്കുന്നു, തിരിച്ച് ദേശത്തെ വീട്ടിലേക്ക് വരുന്നു, അവിടെ വിശ്രമിക്കുന്നു. അന്ന് ഒരു പരിപാടിയില്ല, ആരെയും കണ്ടിട്ടില്ല, ഔദ്യോഗിക സന്ദർശനമില്ല. അത് കൃത്യതയോടെ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഇതുവരെ അത് മൂടി വയ്ക്കാൻ അവർ ശ്രമിച്ചു എന്നുള്ളത് ഒന്നാമത്തെ പ്രശ്നം. ഇനി ഈ ഔദ്യോഗിക സ്വഭാവമുള്ള നിക്ഷേപകരുമായുള്ള ഔദ്യോഗിക കൂടിക്കാഴ്ച, അതാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഈ ധൃതിയെ വിവക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആരെ കണ്ടു, എന്തിനു കണ്ടു, എങ്ങനെ കണ്ടു എന്നുള്ള ചോദ്യത്തിന് ഉത്തരവില്ല എന്നുള്ള ഒന്നാമത്തെ പ്രശ്നം. ആരെ കണ്ടു എന്ന ചോദ്യത്തിന് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ മറുപടിയാണ് അതിലേറ്റവും കൗതുകകരമായ കാര്യം. അതും ഇനി പോയി മുടക്കാനാണോ എന്നുള്ളതാണ്. കേരളത്തിലെ മാധ്യമപ്രവർത്തകരോട് നിങ്ങൾ കേരളത്തിൽ വരുന്ന വ്യവസായങ്ങൾ മുടക്കുന്നവരാണ് എന്ന് മുഖത്ത് നോക്കി ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എത്തുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എന്തോ ഒളിക്കാനുണ്ട് എന്നുള്ളതാണ്. കാരണം കേരളത്തിൽ മുൻപ് സർക്കാരുണ്ടായിട്ടുണ്ട്. എല്ലാ സർക്കാരുകളും വ്യവസായവൽക്കരണത്തിനും ഈ വിദേശ നിക്ഷേപ ക്ഷണിക്കുന്നതിനുമൊക്കെ ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ആഗോള നിക്ഷേപ ഉച്ചകോടി കൊച്ചിയിൽ സംഘടിപ്പിച്ചു. ലക്ഷക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപം വാഗ്ദാനമായി വന്നു. അതിൽ പകുതിയിലധികം MOU ഒപ്പിട്ടു. ചിലതിൽ കരാറായി, ചിലതിപ്പോൾ നിർമ്മാണം പുരോഗമിക്കുന്നു. ഇപ്പോഴും മുൻ വ്യവസായ മന്ത്രി P. രാജീവിനോട് ഇപ്പോഴും ചോദിച്ചാൽ അദ്ദേഹത്തിന് ആ കണക്ക് കൃത്യമായിട്ടുണ്ട്. എത്ര പേര് വന്നു, ആരൊക്കെ കണ്ടു, എവിടെയൊക്കെ സന്ദർശിച്ചു, എന്തൊക്കെ നിക്ഷേപങ്ങളാണ് നമ്മളോട് പറഞ്ഞത്, നമ്മൾ ഏതൊക്കെ അംഗീകരിച്ചു, അതിൽ ഏതൊക്കെ MOU ആയി, അതിലേതൊക്കെ കരാറായി, അത് ഏതൊക്കെ ഇപ്പോൾ പ്രോസസ്സിലാണ്, ഏതൊക്കെ യാഥാർത്ഥ്യമായി. ഇപ്പോൾ അദ്ദേഹം വ്യവസായ വകുപ്പ് ഒഴിഞ്ഞിട്ട് ഇപ്പോൾ 7-8 മാസമായി. അദ്ദേഹത്തോട് ചോദിച്ചാലും കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചപ്പോഴും ഇതൊക്കെ എനിക്ക് ഇപ്പോഴും മനഃപ്പാടമാണ്. പക്ഷേ മുഖ്യമന്ത്രിക്ക് ആര് നിക്ഷേപ വാഗ്ദാനവുമായി കേരളത്തിലെത്തിയെന്ന് ചോദിച്ചാൽ അത് പറയാൻ കഴിയില്ല. അത് കൗതുകകരമാണ് ആ മറുപടി. കാരണം എന്തോ ഒളിച്ചു വെക്കാനുണ്ട്. ഒളിച്ചു വെക്കാനുള്ളത് മറ്റൊന്നുമല്ല, അദ്ദേഹം സ്വകാര്യ ആവശ്യത്തിന്, അതായത് ഭാര്യാപിതാവ് ചികിത്സയിൽ കഴിയുന്ന ആശുപത്രിയിൽ അദ്ദേഹത്തെ സന്ദർശിക്കുന്നതിനായി സർക്കാരിൻ്റെ ഹെലികോപ്റ്റർ ഉപയോഗിച്ചു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേട്ടുകേൾവില്ലാത്തൊരു സംഭവമാണിത്. ഒരു ഘട്ടത്തിലും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ് നമുക്കറിയാം ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തത്. അടിയന്തര സാഹചര്യങ്ങൾ ഉപയോഗിക്കാനായിരുന്നു. 8 അവയവദാനങ്ങൾ അതുവഴി നടത്തി. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക്, രക്ഷാപ്രവർത്തനങ്ങൾക്ക് ആ ഹെലികോപ്റ്റർ സജീവമായി ഉപയോഗിച്ചു. അതൊക്കെ നമ്മുടെ മുമ്പിൽ ചരിത്രമായിട്ടുണ്ട്. പറയാൻ കണക്കുണ്ടായിരുന്നു അവർക്ക്. ഇപ്പോൾ പറയാൻ എങ്ങോട്ട് പോയി, എന്തിനു പോയി എന്ന് ചോദിച്ചാൽ ഭാര്യാപിതാവിൻ്റെ ചികിത്സയ്ക്ക് പോയി എന്ന് പറയാൻ കഴിയില്ല. അതിന് അദ്ദേഹം കണ്ടെത്തിയ കുറുക്കു വഴിയാണ് ഇത്തരത്തിൽ ഒരു നിക്ഷേപകരുമായി കൂടിക്കാഴ്ച എന്നുള്ളത്. ഇനി കഴിഞ്ഞ സർക്കാർ പണമടച്ച ഹെലികോപ്റ്ററാണ്, അത് ഉപയോഗിച്ചില്ലെങ്കിൽ 35 മണിക്കൂറെങ്കിലും പറക്കണം എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിൽ ഇപ്പോഴും പ്രളയത്തിൻ്റെ ഭീതിയിൽ നിൽക്കുകയാണ് നമ്മൾ. ഇനിയും ഈ മാസങ്ങളിൽ പ്രളയവും വരാൻ സാധ്യതയുണ്ട്, ആശങ്കയുണ്ട്. കേരളത്തിലെ ജനങ്ങൾ പലയിടങ്ങളിലും ആശങ്കയിലാണ്. അവിടെയും രക്ഷാപ്രവർത്തനത്തിനും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും അടക്കം പാഞ്ഞെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകേണ്ടതുമായ ഒരു ഹെലികോപ്റ്റർ
എന്നാൽ 35 മണിക്കൂർ ഉപയോഗിക്കണം, അതിന് ഇപ്പോഴേ ഞാൻ സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിച്ച് കളയാം എന്ന് തീരുമാനിച്ചിരിക്കുന്നു മുഖ്യമന്ത്രി എന്നാണ് ആ മറുപടിയിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ആ 35 മണിക്കൂർ തീർന്നു പോകും, ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാവുന്ന 35 മണിക്കൂർ തീർന്നു പോകും, അതുകൊണ്ട് ഞാനങ്ങ് യാത്ര ചെയ്യാൻ തീരുമാനിച്ചു എന്നതാണ് അദ്ദേഹം നൽകിയ വിശദീകരണം. അതിലൊക്കെ ആകെ പൊരുത്തക്കേടുണ്ട്. ഈ പൊരുത്തക്കേടിൻ്റെ ബേസ് എന്ന് പറയുന്നത് സ്വകാര്യ ആവശ്യത്തിന് അദ്ദേഹം ഹെലികോപ്റ്റർ ഉപയോഗിച്ചു, അത് വിശദീകരിക്കാൻ കഴിയാത്ത സാഹചര്യം വന്നു, അതിനൊരു കഥ മെനഞ്ഞു. ആ കഥ വിദേശ നിക്ഷേപകരുടെയൊക്കെ കഥയായിരുന്നു. പക്ഷേ ആരാണ് എന്ത് നിക്ഷേപമാണ് എന്ന് പറയാൻ അദ്ദേഹത്തിന് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോഴും ആ ദുരൂഹത നിലനിൽക്കുകയാണ്. അടുത്ത ആഴ്ച മന്ത്രിസഭാ യോഗത്തിന് ശേഷം നടക്കുന്ന വാർത്താ സമ്മേളനത്തിലെങ്കിലും അദ്ദേഹം കൃത്യതയോടെ എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ തയ്യാറാകും എന്നാണ് കേരളം ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്.